സാൻ അന്റോണിയോ ടെക്സാസ്. അവിടെ ഒരു ചർച്ച് ഉണ്ട്. ആ ചർച്ചിന്റെ പേരാണ് കോർണർസ്റ്റോൺ. ആ പാസ്റ്ററുടെ പേരാണ് സ്തോത്രം പാസ്റ്റർ ജോൺ ഹേഗി. എല്ലാം നഷ്ടപ്പെട്ട് ഒരു കാർ പോർച്ചിൽ ഒരു പട്ടിയും ഒരു പഴയ കസേരയും മാത്രം തനിക്ക് കിട്ടി. രാത്രി സ്തോത്രം നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ താൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് താൻ ഒരു ശബ്ദം കേട്ടു, കോർണർസ്റ്റോൺ, മൂലക്കല്ല്. എനിക്ക് പേര് കിട്ടി, മൂലക്കല്ല്. ചർച്ചിന്റെ പേരായി. സ്തോത്രം. അതെ, ജീവൻ കൊടുത്ത് ശുശ്രൂഷിച്ചു. ജനം കൂടി വരാൻ തുടങ്ങി. 1971 അദ്ദേഹം നിറഞ്ഞ സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്. ലോക്കൽ ടെലിവിഷൻ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നു. ലോക്കൽ റേഡിയോ ബ്രോഡ്കാസ്റ്റും ചെയ്യുന്നു. 10,000 റേഡിയോയിലൂടെ ടി വിയിലൂടെ കാണുന്നു, കേൾക്കുന്നു. മുന്നിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു സാത്താൻ പള്ളിക്കാരൻ മുന്നോട്ട് വരികയാണ്. അവന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. ആ പുൽപ്പറ്റിലേക്ക് ആ സാത്താൻ പള്ളിക്കാരൻ തോക്ക് ചൂണ്ടി 1, 2, 3, 4, 5, 6 പ്രാവശ്യം നിറവഴിച്ചു. ഒരു ബുള്ളറ്റ് പോലും ഈ ദൈവദാസനെ തൊടാതെ അത്ഭുതകരമായി താൻ സംരക്ഷിക്കപ്പെട്ടു. FBI കടന്നു വന്ന് ആ കേസ് അന്വേഷിച്ചിട്ട് പ്രകാരമാണ് ചോദിച്ചത്, പാസ്റ്റർ ജോൺ ഹേഗി, ഇതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ 3 ബുള്ളറ്റ് വലത്തേ ചുവരിൽ, 3 ബുള്ളറ്റ് ഇടത്തേ ചുവരിൽ. അതിനർത്ഥം FBI പറഞ്ഞത് ഒരു മെറ്റൽ ഷീറ്റ് പോലെ എന്തോ ഒന്ന് നിങ്ങളുടെ മുൻപിൽ നിന്നിട്ട് വലത്തോട്ടും ഇടത്തോട്ടും ആ ബുള്ളറ്റുകളെ തിരിച്ചുവിട്ടു. അതെന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞതാണ് 91-ാം സങ്കീർത്തനം 11-12. നിങ്ങൾക്കത് എന്തെന്നറിയത്തില്ല, പക്ഷെ എനിക്കത് എന്തെന്നറിയാം. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുക.